എടാ അജിയെ, എടാ സ്കൂളൊക്കെ തുറക്കാൻ പോകില്ലേ? ഏതായാലും നമുക്ക് പരിപാടിയൊന്നുമില്ല. നമുക്ക് കുറച്ച് ബുക്ക് മേടിച്ച് വിറ്റാലോ? ഇച്ചിരി കാശ് വെക്കും. അത് നല്ലൊരു ഐഡിയ ആണ്. അതാകുമ്പോൾ നമുക്ക് എറണാകുളത്ത് പോയി ബുക്ക് മേടിക്കാം, എന്നിട്ട് വിൽക്കാം. അപ്പോൾ ലാഭം കിട്ടുകയും ചെയ്യും അല്ലേ? അപ്പോൾ ലാഭം കിട്ടും. ഓ, ചെറിയ വിലയ്ക്ക് സാധനം കിട്ടും. ചെറിയ വിലയ്ക്ക് സാധനം കിട്ടും. അത് കലക്കും. പക്ഷേ ഫണ്ട് എവിടെ നിന്നുണ്ടാക്കും? അതല്ലേ പ്രശ്നം. അണ്ണാ കൂടെ കൊള്ളണമെന്നുണ്ട്, ആഗ്രഹമുണ്ട്. പക്ഷേ ആശുപത്രിയിലെ കാര്യങ്ങൾ അറിയാലോ, ഇപ്പോൾ തന്നെ ഒരുപാട് പൈസ ചിലവായിട്ടിരിക്കുക. അളിയ, നീ പൈസ ഒന്നും മുടക്കണ്ട. നീ സംഗതി വിൽക്കാൻ ഞങ്ങളുടെ കൂടെ ഒന്ന് കൂടിയാൽ മതി. സംഗതി ഒന്ന് വിറ്റ് തന്നാൽ മതി. അണ്ണാ, എൻ്റെ ഒരു കൂട്ടുകാരനുണ്ട്. അവനോട് ശകലം പൈസ നമുക്ക് പലിശയ്ക്ക് എടുക്കാം. അതാകുമ്പോഴത്തേനും ബാഗും കൂടി എടുത്ത് കച്ചവടം ചെയ്യാം. അത് നല്ല ഐഡിയ. ബാഗ് എടുത്താൽ കുറച്ച് ലാഭം കിട്ടുമെന്ന് എനിക്കും തോന്നുന്നു. പക്ഷേ എടാ, പൈസ അപ്പോൾ അതിന് പലിശ ഒരുപാടാകില്ലേ? അതോർത്ത് ബേജാറാകണ്ട. എൻ്റെ മോതിരം ഇവിടെ ഇരിക്കുകയല്ലേ ബാങ്കിൽ. നമുക്ക് അതേ നിശാലം പൈസ കൂട്ടി കിട്ടുമെന്ന് നോക്കാം. അതുകൊണ്ട് അങ്ങനെങ്കിലും ഒരു ഉപകാരം ഉണ്ടാകട്ടെ. ഏതായാലും അത് അവിടെ ഇരിക്കുക. അല്ല, ഈ സാധനം നമ്മൾ എടുക്കുക, ഇത് എവിടെ കൊണ്ട് നമ്മൾ വിൽക്കും? എടാ, നമുക്കേ നമ്മളിന്ന് ഈ ബുക്ക് നമ്മുടെ ഈ കോളേജിലെ പിള്ളേർക്ക് തന്നെ വിറ്റാലോ? അതാകുമ്പോൾ ഇപ്പോഴത്തെ അവസ്ഥയിൽ അവരുടെ പൈസ കുറവായിരിക്കും, അവരുടെ ആശ്വാസമാവുകയും ചെയ്യും. തന്നെയല്ല, ഈ 2-3 പിള്ളേരൊക്കെ ഉള്ള വീടുകളൊക്കെ ഇല്ലേ, എങ്ങനെ പോയാലും 500 ബുക്കെങ്കിലും നമുക്ക് വിൽക്കാൻ പറ്റും. വലിയ ലാഭമൊന്നും വേണ്ട. ആ അതെ, അമിത ലാഭം എടുക്കുന്ന കടക്കാർക്കിട്ട് ഒരു പണിയും കൂടി ആയിക്കോട്ടെ. അങ്ങനെ കലുങ്ക് ബോയ്സ് നാട്ടിലൊരു നല്ല കാര്യം ചെയ്യാം. കുറച്ച് ചീത്തപ്പേര് നമുക്കുണ്ടായിരുന്നു, അത് മാറി നല്ല സമയം തെളിയാൻ പോകുന്നു. അങ്ങനെ നാട്ടിൽ നമുക്കൊരു നിലയും വിലയും ഉണ്ടാക്കിയെടുക്കണം. അതേ, എല്ലാത്തിനും അതിൻ്റേതായ സമയമുണ്ട് ദാസ എന്നൊക്കെ പണ്ട് ദാസനും വിജയനും പറഞ്ഞില്ലേ? നമ്മുടെ പ്രവർത്തനം അതുപോലെ തന്നെ ആയിരിക്കണം. നമ്മളൊരു മാതൃകാ പുരുഷന്മാരായിരിക്കണം ഇവിടുത്തെ പിള്ളേർക്ക്. അത് കണ്ടു വേണം ഇവിടുത്തെ പിള്ളേർ വളർന്നു വരാൻ. പിള്ളേർ മാത്രമല്ല, അവരുടെ മാതാപിതാക്കളും. രാജി, ഞാൻ ഒരു കാര്യം പറയട്ടെ. നമുക്ക് ഏതായാലും ബുക്ക് വില കുറച്ചല്ലേ കിട്ടുന്നത്, നമുക്ക് ആ ബുക്ക് ഫ്രീ ആയിട്ട് കൊടുത്താൽ. നമുക്ക് വേണേൽ സുനിയണ്ണനുമായിട്ട് സംസാരിച്ചിട്ട് ഫ്രീ ആയിട്ട് കൊടുക്കാം. പിള്ളേർക്ക് അതൊരു സഹായമായിരിക്കും. അതായിരിക്കും നല്ലത്. സുനിയണ്ണ, അമ്മാര് പറയുന്നത് ബുക്ക് ഫ്രീ ആയിട്ട് കൊടുക്കാമെന്നാണ്. എന്നാണാ ചെയ്യുന്നത്? ശരിയാടാ അമ്മമാർ പറഞ്ഞത്. ഞാനും അത്ര ആലോചിച്ചില്ല. അങ്ങനെ ചെയ്തെങ്കിലേ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു വിലയും നമുക്ക് കൊടുക്കത്തുള്ളൂ. അതുപോലെ എടീ, നീ അറിഞ്ഞോ നമ്മളെ കോളനിയിലെ പിള്ളേരെ ഇപ്രാവശ്യം സ്കൂൾ തുറക്കുമ്പോൾ പിള്ളേർക്കെല്ലാം ബുക്കും പുസ്തകം വാങ്ങിച്ചു കൊടുക്കുന്നെന്ന് പറഞ്ഞു. കലുങ്ക് ബോയ്സ് ആണോ? കൊള്ളാം, പിള്ളേർക്ക് ബുക്ക് കിട്ടുമല്ലോ. എടി, നീ അറിഞ്ഞോ ഈ വട്ടം നമുക്ക് ബുക്ക് ചെയ്തിരുന്ന കലുങ്ക് ബോയ്സ് ആണോ? അവിടെ നീ അറിഞ്ഞോ? ഈ പ്രാവശ്യം നമ്മുടെ കോളനിയിലുണ്ടല്ലോ പിള്ളേർക്കെല്ലാം ബുക്ക് ചെയ്യുന്നുണ്ടല്ലോ കലുങ്ക് ബോയ്സാ. കലുങ്ക് ബോയ്സാ ആ കേട്ടോ? ആർക്കറിയാം.